അവർക്ക് രണ്ടുപേർക്കും ആ വോട്ടുകൾ വേണമെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. തമ്മിൽ ഓരോരുത്തർ മേടിച്ച വോട്ടിനെ പറ്റി അവർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പി.വി. അൻവറിന് ആരുടെ വോട്ട് വേണം? ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നത് പി.വി. അൻവറിന്റെ പിന്നിൽ SDPI-യും വെൽഫെയറുമാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 23-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമല്ലോ. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായ പി.വി. അൻവർ ജയിച്ചാൽ അന്ന് SDPI-യുടെയും വെൽഫെയറിന്റെയും വോട്ട് വാങ്ങിയിട്ടാണ് അൻവർ ജയിച്ചത് എന്ന് അദ്ദേഹം പറയുമോ? ഈ രണ്ട് കാര്യത്തിന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കണമെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യമാണ്. ഞാനിവിടെ രാഷ്ട്രീയമല്ല, ഇവിടുത്തെ രാഷ്ട്രീയം ജനജീവിതമാണ്. സ്വരാജ് തുടരും. അതിലൂടെ തന്നെ LDF-ന്റെ സർക്കാർ സംവിധാനം മൂന്നാം LDF സർക്കാർ വരും എന്നാണ് അവരുടെ ആപ്തവാക്യം പ്രചരണത്തിലടക്കം. 40% വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPM-ൽ നിന്ന് പി.വി. അൻവറിന് വന്നില്ലെങ്കിൽ പഞ്ച് വന്നാൽ ഈ ചെവിയാൻ അരിഞ്ഞു തരും. അതാണ് ഇവിടെ സംഭവിക്കാൻ വന്നത്. അതുപോലെ UDF-ന്റെ ഘടകകക്ഷികളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ ഒരു രാഷ്ട്രീയമില്ലാതെ ഞങ്ങൾ പോകുന്നത്. ആ പ്രതിഫലനം ഉണ്ടാവും.